ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെയ്തി സാദിയെ പറ്റിയാണ്. ഇപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഹെയ്തി ഒരു ട്രാൻസ്ജെൻഡറാണ്. ട്രാൻസ്ജെൻഡർ വുമൺ ആകാൻ വേണ്ടി ഒരുപാട് പൊരുതി. അതുപോലെ തന്നെ വീട്ടിൽ നിന്നാണെങ്കിലും ഇന്നും ഹെയ്തിയെ വീട്ടിലാരും അംഗീകരിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ പേരിലും ഒരുപാട് വേദന അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ഹെയ്തി തൻ്റെ ചാനലിൽ കൂടി ഒരു വീഡിയോ ഷെയർ ചെയ്തു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഹെയ്തിയെ പറ്റി നമുക്കൊരു പെട്ടെന്ന് 2 വാക്കിൽ ഞാൻ പറയാം. അതായത് ഈ ട്രാൻസ്ജെൻഡർ ആയെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതെല്ലാം നേരിട്ട് തൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പ്രയത്നിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ആ വ്യക്തി എല്ലാവർക്കും ഒരു റോൾ മോഡലാക്കാം. പല പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് പലർക്കും പഠനം മുടങ്ങിയവരൊക്കെ പലരും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അവർ പിന്നെ പഠിക്കണമെന്നോ അവർ എന്താണോ ആഗ്രഹിച്ച ആ പൊസിഷനിൽ എത്തിച്ചേരാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഈ ഹെയ്തിയെ പറ്റി പറയുകയാണെങ്കിൽ എന്താണോ ആഗ്രഹിച്ച ആ ഒരു ലെവലെത്താൻ വേണ്ടി ഒരുപാട് പോരാടുകയും അതുപോലെ തന്നെ അതിന് എത്രമാത്രം എഫേർട്ട് എടുക്കണം, അത് ഫുള്ള് ഹെയ്തിയെ കൊണ്ട് സാധിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതെല്ലാം പിടിച്ചടക്കുക എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ അവർ നേരത്തെ ഒരു കോളേജിൽ പഠിച്ച റാങ്കുകളും കാര്യങ്ങളും ഒക്കെ അവർ പറയുന്നുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ PhD എടുക്കാൻ വേണ്ടി ഒരു കോളേജിൽ അവർ ജോയിൻ ചെയ്തത്. അപ്പോൾ ആ ഒരു വ്യക്തി അതിൻ്റെ ഇടയ്ക്ക് ഈ ട്രാൻസ്ജെൻഡറിൻ്റെ ആകാൻ വേണ്ടി ഒരുപാട് ഓപ്പറേഷനും കാര്യം നമുക്കറിയാമല്ലോ. അങ്ങനെ പല പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം സഹിച്ച് വന്നൊരു വ്യക്തിയാണ്. ഇപ്പം ചിലർ പറയും ഇത്രയും പ്രശ്നങ്ങൾ സഹിച്ച് എന്തിനാണ് ട്രാൻസ്ജെൻഡർ ആയത് എന്ന്. അതൊന്നും നമുക്ക് പറയാനുള്ള ഒരു വോയിസും ഇല്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു പെണ്ണായി ജീവിക്കാനുള്ള ആഗ്രഹം, അവരുടെ ശരീരം അങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കട്ടെ. അത് നമ്മുടെ ഇന്ന് സമൂഹത്തിൽ പലരും അംഗീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവർക്കും ഉണ്ടൊരു ജീവിതം. അപ്പം അവരെ മറ്റൊരു രീതിയിൽ കളിയാക്കുന്നതിലും നല്ലതല്ലേ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ജീവിതത്തിൽ അവർ ജീവിക്കുന്നത്. അവർ വേറെ ഒരാളെയും മോശക്കാരാക്കാനോ പ്രശ്നക്കാരാക്കാനോ ഒന്നും തന്നെ അവർ വരുന്നില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതുപോലെ തന്നെ അവർ PhD എടുത്ത് നല്ലൊരു പൊസിഷനിലെത്താൻ നല്ലൊരു ലെവലിലെത്താനാണ് അവർ ചിന്തിക്കുന്നത്. അല്ലാതെ നമ്മുടെ സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടാക്കാനല്ല അവർ ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇന്ന് എനിക്ക് ഹെയ്തിയുടെ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. ആ കുട്ടി കോളേജിൽ പോയപ്പം കുറേ പേര് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് മാറ്റി നിർത്തുന്നു. 5 പേരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, 5 പേരാണെന്നാണ് പറയുന്നത്. അപ്പോൾ 5 പേര് കൂടി ആ കുട്ടിയെ ഒരുപാട് അപമാനിക്കുന്നു. അതുപോലെ തന്നെ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നത്തിലാക്കുന്നു. ആത്മഹത്യയുടെ വക്കിൽ, ചിലപ്പോൾ ഞാൻ ആത്മഹത്യ വരെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ 5 പേരാണ്. ഞാൻ 13-ാം തീയതി ഇതെല്ലാം വെളിപ്പെടുത്തും. അപ്പോൾ ഇപ്പം ഒരു അവരുടെ കോളേജിലൊരു പരിപാടി നടക്കുകയാണ്. അപ്പോൾ അതിലൊരു അംഗം ആയിട്ടുണ്ട്. അപ്പോൾ ഈ നാടകത്തിൽ അപ്പോൾ അതിലൊരു അംഗമാണ്. അപ്പോൾ അതും കൊണ്ട് അതൊക്കെ എങ്ങനെയും ഒന്ന് നാടകത്തിലെ ഒരു അംഗമായതുകൊണ്ട് അവരുടെ കൂടെ അത് താൻ ഏറ്റ വർക്ക് കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ ഏറ്റവും ലാസ്റ്റിലെല്ലാം തുറന്ന് പറയുമെന്നാണ് ഹെയ്തി പറയുന്നത്. ആ 5 പേര് തന്നെ മാനസികമായിട്ട് പല രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡറിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കോളേജിൽ നിന്ന് ആട്ടി ഓടിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ഈ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ കൂടിയും ഈ നിറത്തിൻ്റെ പേരിൽ മിഹർ അഹമ്മദ് എന്ന് പറയുന്നൊരു കുട്ടി 26-ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തതെന്ന് നമുക്കറിയാം. അതൊക്കെ ഈ റാഗിങ്ങിൻ്റെ പേരിലും അതുപോലെ തന്നെ നിറത്തിൻ്റെ പേരിലും അങ്ങനെയൊക്കെ കളിയാക്കിയതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹെയ്തിയും അവിടെ അനുഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നേരത്തെ തന്നെ അവിടുത്തെ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എന്താണോ ആഗ്രഹിച്ചത്, ഏത് ലെവലിൽ എത്തിച്ചേരാനാണോ ആഗ്രഹിച്ചത് അതിൽ ഉറച്ചു നിന്ന് അത് നേടിയെടുക്കാൻ തന്നെ ശ്രമിക്കുക. ഒരുപാട് പേര് നമ്മളൊരു വിജയത്തിലെത്താൻ വേണ്ടി ഒരുപാട് വേദനകളും സങ്കടങ്ങളും എല്ലാം സഹിക്കേണ്ടതായിട്ട് വരും. അപ്പം അതെല്ലാം തരണം ചെയ്ത 5 പേർക്ക് വേണ്ടി തൻ്റെ ജീവനും ഇല്ലാതാക്കി. അതുപോലെ തന്നെ ആ കോളേജിൽ നിന്ന് ഇറങ്ങാൻ
തുടങ്ങേണ്ട ഒരാവശ്യവുമില്ല. അതിനും നമുക്കതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്കാർക്കും ശരിക്കും അറിയത്തില്ല. 13-ാം തീയതി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറയത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇത്രയും കേട്ട ഇത് വെച്ച് പറയുകയാണ്, ഒരിക്കലും അവർക്ക് വേണ്ടി തൻ്റെ ജീവിതവും തൻ്റെ സ്വപ്നവും ഇല്ലാതാക്കാതെ ഇതിന് എന്താണോ അതിനൊരു ആക്ഷൻ എടുക്കാൻ പറ്റുക, അല്ലെ ഏത് സാഹചര്യത്തിലാണ് അതിൽ നിന്ന് മാറി നിൽക്കുക, അവരെയും കൂടി പിന്തിരിപ്പിച്ച് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അതിന് എല്ലാത്തിനും നമ്മൾ പറയത്തില്ല, എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കാണും, എല്ലാത്തിനും ഒരു പരിഹാരം കാണും. അപ്പോൾ അതെന്താണോ എന്ന് ശരിക്കും ആലോചിച്ച് ഇത് ഷെയർ ചെയ്യാൻ ആരോടെങ്കിലും പറ്റുമോ, അവിടെ കോളേജിൽ മാനേജ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കാണുമല്ലോ. അങ്ങനെ നിന്ന് ഒരു വിജയത്തിലേക്ക് എത്തുക. മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവൻ ഇല്ലാതാക്കിയാൽ അത് തനിക്കേ പോകത്തുള്ളൂ, കാരണം മറ്റാർക്കും തന്നെ പോകത്തില്ല. അതുകൊണ്ട് ഹെയ്ദിയെ പറ്റി എനിക്ക് പറയുവാണെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഹെയ്ദി വേറൊരു രീതിയിലല്ലേ ചിന്തിക്കുമെന്നൊന്നും ഞാൻ നല്ല ബോൾഡായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നവും തരണം ചെയ്ത് ഒരു ട്രാൻസ്ജെൻഡർ ആകാൻ ഒരുപാട് പ്രശ്നം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതും സിമ്പിളാക്കി ഹെയ്ദിയെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ലൊരു പൊസിഷനിൽ എത്തിച്ചേരട്ടെ. എല്ലാവരുടെയും സ്വപ്നമാണ് നമുക്കൊരു പഠിച്ച് ഒരു നല്ലൊരു ലെവലിൽ എത്തുക. അതിനുവേണ്ടി വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഹെയ്ദി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ തകർക്കാതെ അല്ലെ തളർത്താതെ മുന്നോട്ട് കൊണ്ടുവരിക തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ 5 പേർ ആരാണോ അവർക്കെതിരെ നല്ലൊരു ആക്ഷൻ എടുത്ത്, അല്ലെ എന്താണോ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ അവർക്കിടയിലുള്ള പ്രശ്നം പരിഹരിച്ച് കോളേജിലെ മാനേജ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം അവരൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അവരൊരു ട്രാൻസ്ജെൻഡർ ആയത് അവരുടെ കുറ്റമല്ല. ഇപ്പം ദൈവം നമ്മളെ ഓരോരുത്തരെയും പല രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ഇതിനു വേണ്ടി നമ്മുടെ ജീവിതം ഇല്ലാതാക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പം മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന നമ്മളിങ്ങനെ ജീവിക്കുക, അതൊരിക്കലും നമ്മളെയും കൊണ്ട് സാധിക്കത്തില്ല. നമ്മളെന്താണോ ആ രീതിയിൽ ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി അവരാഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനാണെങ്കിൽ നമുക്ക് എന്തർത്ഥമാണുള്ളത്? അപ്പോൾ അതൊരു ജീവിതമേ അല്ല, മറ്റുള്ളവരുടെ ഒരു അടിമയായിട്ട് നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ അതിനേക്കാട്ടിലും നല്ലത് നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ ജീവിക്കാനാണ് നമ്മൾ ഓരോരുത്തർക്കും ഇഷ്ടം. അപ്പോൾ അത് തന്നെയാണ് ഹെയ്ദി അവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അവരൊരു ട്രാൻസ്ജെൻഡറായി അവർക്കൊരു പെണ്ണായിട്ടാണ് ജീവിക്കാൻ ആഗ്രഹം. അപ്പോൾ അവരത് തിരഞ്ഞെടുത്തു. അപ്പോൾ ആ ഒരു ലെവൽ അവർ ജീവിക്കട്ടെ. മറ്റുള്ളവരെ ആരെങ്കിലും ദ്രോഹിക്കാനോ അല്ലെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും തന്നെ വന്നിട്ടില്ലല്ലോ. അപ്പം ആ 5 കുട്ടികൾ ആരാണോ ഹെയ്ദിയെ ഇനിയും ഒരു ആത്മഹത്യയുടെ വക്കിലെത്തിക്കാതെ എന്താണോ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. അവർക്ക് ഒരുപാട് സ്വപ്നമുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ഇല്ലാതാക്കി കളയാതെ അവരെയും കൂടെ കൂട്ടിച്ചേർത്ത് അവരൊരു മനുഷ്യനാണ്. ഇനി ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു പേര് കളഞ്ഞിട്ട് അവർ നിങ്ങളുടെ കൂട്ടൊരു മനുഷ്യനാണ്, ഒരു മനുഷ്യ സ്ത്രീയാണ്. അപ്പോൾ അവരെ സങ്കടപ്പെടുത്താതെ അവരെന്താണോ ആഗ്രഹിച്ചത് അത് അവർ നേടിയെടുത്തുകൊണ്ട് പോകട്ടെ. അതിന് നിങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ അവരെ വേദനിപ്പിക്കാനോ അല്ലെ ആട്ടിപ്പായിക്കാനോ. പണ്ടൊക്കെ ആയിരുന്നു ഈ പല മേളാളന്മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നത്. ഇന്ന് അതെല്ലാം മാറി മറിഞ്ഞെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ അവരെ രക്ഷിക്കാൻ നോക്കുക, അല്ലാതെ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ അവരെ രക്ഷിക്കുക.